മക്കളെ ഗുഡ് ഈവനിങ്. ഒരു ഗുഡ് ഈവനിങ് ഒക്കെ താ. ഓക്കെ പ്രയർ. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കുറവാണല്ലോ ഇപ്പോഴും അല്ലേ? ഓക്കെ, ഇവരായിരിക്കും. ആൽഡിഹൈഡ്സിൻ്റെ തിയറി ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. റിയാക്ഷൻ ബൈ വിച്ച് ബെൻസാൽഡിഹൈഡ് കനോട്ട് ബി പ്രിപ്പയർഡ്. ബെൻസാൽഡിഹൈഡ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത മെത്തേഡ് ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. സാറേ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അത് കാണുന്നില്ല. ഇച്ചിരി കൂടി ഒന്ന് വലുതാക്കാൻ പറ്റും. എനിക്ക് ആ ഫസ്റ്റത്തെ ലൈൻ കറക്റ്റ് കാണുന്നില്ല. ഓപ്ഷൻ എയിൽ കൂടുള്ള ലൈൻ എനിക്ക് കാണുന്നില്ല മര്യാദയ്ക്ക്. ഇച്ചിരി ഒന്ന് സൂം ചെയ്യാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ട്? ആ ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. വയസ്സായി എന്നർത്ഥം, കാണുന്നില്ല മര്യാദയ്ക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇതിൽ ബെൻസാൽഡിഹൈഡ് ചെയ്യാൻ പറ്റാത്ത മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബെൻസാൽഡിഹൈഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഠിച്ചിരുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് റീകോൾ ചെയ്യാം. ഏതൊക്കെയാണ്? റോസൻമൺസ് റിഡക്ഷൻ ഉണ്ട് അല്ലേ, സ്റ്റിഫാൻ റിയാക്ഷൻ ഉണ്ട്, ഗെറ്റർമാൻ കോഷ് ഉണ്ട്, എറ്റാർഡ് ഉണ്ട്, പിന്നെ കുറച്ച് സൈഡ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്, അത്രയ്ക്കധികം ആവശ്യമില്ലാത്ത സംഭവങ്ങൾ. അത് നെയിം റിയാക്ഷൻസിൽ ഇത്രയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തിൽ ആസിഡ് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം BaSO4 എന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എയിലുള്ളത് ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം BaSO4. ഫസ്റ്റ് തന്നിരിക്കുന്നത് റോസൻമൺസ് റിഡക്ഷൻ ആണ് അല്ലേ. ആസിഡ് ക്ലോറൈഡ് ആണ് പ്ലസ് പലേഡിയം സപ്പോർട്ടഡ് ഓൺ ബേരിയം സൾഫേറ്റ് ആണ്. അപ്പോൾ റോസൻമൺസ് റിഡക്ഷൻ വഴി നമുക്ക് ആൽഡിഹൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് ബെൻസീൻ ആണ്. ബെൻസീൻ പ്ലസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് അൺഹൈഡ്രസ് AlCl3 എന്നാണ്. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് ഗെറ്റർമാൻ കോഷ. ഗെറ്റർമാൻ കോഷാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷനിൽ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇന്നലത്തെ തിയറി വെച്ചിട്ട്? അപ്പോൾ ഓപ്ഷൻ ബിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സിയിൽ തന്നിരിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ, COOH ആണ് തന്നിരിക്കുന്നത്. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റ് HCl. അത് ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ, റിഡക്ഷൻ ആണ് ആക്ച്വലി അവിടെ നടക്കുക. അപ്പോൾ ആൽഡിഹൈഡ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി അവിടെ കുറവാണ്. ഓപ്ഷൻ സിയിൽ ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓപ്ഷൻ ഡി ടൊളുവിനാണ് തന്നിരിക്കുന്നത്. ക്രൊമൈൽ ക്ലോറൈഡ് ആണ് ഇൻ പ്രസൻസ് ഓഫ് CS2. എറ്റാർഡ് റിയാക്ഷന്റെ റിയേജൻസ് ആണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡിയിൽ. അപ്പോൾ ഓപ്ഷൻ എ, ബി, ഡി ഇത് മൂന്നും ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. ഓപ്ഷൻ സിയിലാണ് നമുക്ക് ആൽഡിഹൈഡ് കിട്ടാത്തത്. ആ ഒരു കോമ്പിനേഷൻ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം കാർബോക്സിലിക് ആസിഡ് ആൻഡ് സിങ്ക് അമാൽഗം HCl അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല നമുക്ക്. ഓക്കെ, നമുക്കുള്ള കോമ്പിനേഷൻ സിങ്ക് അമാൽഗത്തിന്റെ കൂടെ ആൽഡിഹൈഡിനെ ഹൈഡ്രോ കാർബൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ആൽഡിഹൈഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഡു നോട്ട് ഗിവ് ബെൻസാൽഡിഹൈഡ് ആസ് ദ പ്രോഡക്റ്റ്. സോ we can take option C as the answer. Remaining all three options will generate the benzaldehyde. We have already discussed about Rosenmann's reduction, that is acid chloride plus H2 in presence of PDBaSO4, Getterman Koch, benzene plus carbon monoxide HCl, and toluene plus carbon chromyl chloride will give Ettard reaction. So option C will be the right answer. Okay, next question. Question number 2 വായിച്ചോളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഓക്കെ, ആസിഡ് ക്ലോറൈഡ് ആണ് തന്നിരിക്കുന്നത്. ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ ചെയ്യാണ് പലേഡിയം സപ്പോർട്ടഡ് ബേരിയം സൾഫേറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് റോസൻമൺസ് റിഡക്ഷൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പ്രോഡക്റ്റ് ബെൻസാൽഡിഹൈഡ് ആണ്. ദറ്റ് ഈസ് C6H5CHO. C6H5CHO. ക്വസ്റ്റ്യൻ നമ്പർ 2 റോസൻമൺസ് റിഡക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. അതിന്റെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് C6H5CHO ആണ്. ബെൻസാൽഡിഹൈഡ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഓപ്ഷൻ നമ്പർ എയിൽ കിടക്കുന്നുണ്ട് C6H5CHO. ദാറ്റ് ഈസ് ബെൻസാൽഡിഹൈഡ് ആസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following reactions will not result in the formation of carbon-carbon double bonds? ഈ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതോ ഒരു റിയാക്ഷനിൽ
കാർബണും കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ കാർബണും കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത റിയാക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം, അതിൽ നിന്ന് ആൻസർ എടുക്കാം. ഒന്നാമത്തത് റീമർട്ടിമൻ റിയാക്ഷൻ ആണ്, നമ്മൾ ആൽക്കഹോൾ പഠിച്ചതാണ് റീമർട്ടിമൻ റിയാക്ഷൻ. രണ്ടാമത്തത് കെന്നിസാരോയാണ്, കെന്നിസാരോ. മൂന്നാമത്തത് വുഡ്സ് റിയാക്ഷൻ ആണ്. നാലാമത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. സാർ ക്വസ്റ്റ്യൻ മാറ്റിക്കോളൂ കേട്ടോ. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിമർട്ടിമൻ റിയാക്ഷൻ, കെന്നിസാരോ റിയാക്ഷൻ, വുഡ്സ് റിയാക്ഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ഇതിലെ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്തത്. ഫസ്റ്റ് നമുക്ക് എടുക്കാം. റിമർട്ടിമൻ റിയാക്ഷനിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാലിസിൽ ആൽഡിഹൈഡാണ്. സാലിസിൽ ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സാലിസിൽ ആൽഡിഹൈഡിന്റെ സ്ട്രക്ചറിൽ നമുക്ക് എന്താ പറയുക, ഒരു OH ഗ്രൂപ്പ് വേണം, പിന്നെ ഒരു CHO ഗ്രൂപ്പ് വേണം, CHO ഗ്രൂപ്പ് വേണം. ഇതാണ് സാലിസിൽ ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ. ഇതാണ് റിമർട്ടിമൻ റിയാക്ഷനിൽ പ്രൊഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ CHO ഗ്രൂപ്പാണ് ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഫിനോളിൽ നിന്നാണ്. ഓക്കെ, ഫിനോളിൽ നിന്നാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫിനോളിനെ സോ റിയാക്ഷൻസ് വഴി നമ്മളിതിനെ ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഇവിടെ കാർബണും വേറൊരു കാർബണും ബോണ്ട് ഇല്ല, ഇവിടെ ഫ്രീ കാർബണാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ കണ്ടോ, ഇവിടെ കാർബണുമായിട്ട് ഒരു പുതിയ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ CHO എന്ന് പറയുന്ന കാർബൺ അല്ലെങ്കിൽ കാർബണൈൽ കാർബൺ ഈ ബെൻസീൻ റിങ്ങിലുള്ള കാർബണുമായിട്ട് ഒരു ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ റിമർട്ടിമൻ റിയാക്ഷനിലെ കാർബൺ കാർബൺ ബോണ്ട് കമ്പൽസറി ആയിട്ടും ഫോം ചെയ്തിരിക്കും. അതല്ലെങ്കിൽ ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാർബൺ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ കാർബൺ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണല്ലോ ആക്ച്വലി ഇതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഹൈഡ്രജൻ ഒക്കെ ഉണ്ട് അവിടെ, ഇങ്ങനെയാണല്ലോ ഇതിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ ടൈമിലൂടെ കാർബൺ കാർബൺ ബോണ്ട് ഇല്ല, പക്ഷെ അറ്റ് ദ പ്രോഡക്റ്റ് ഫോർമേഷൻ സമയത്ത് ബെൻസിനകത്തുള്ള ഒരു കാർബൺ മസ്റ്റ് ഫോം എ carbon carbon bond with that is aldehyde group. So in Remer-Tiemann reaction there should be a carbon carbon bond in the product molecule. So Remer-Tiemann alla answer. What about Cannizzaro reaction? Cannizzaro reaction ന്റെ പ്രൊഡക്റ്റ് ഇന്നലെ ഞാൻ പഠിപ്പിച്ചതാണ്. HCHO എടുത്തു, രണ്ട് മോളിക്യൂൾ എടുക്കുക HCHO. ഓക്കെ, ഇത് കോൺസെൻട്രേറ്റഡ് ആൽക്കലീന്റെ പ്രസൻസിൽ വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ എഴുതിയത് ഇങ്ങനെയാണ്: CH3OH പ്ലസ് HCOOK. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് എഴുതിയത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുക, HCHO രണ്ട് മോളിക്യൂൾ എടുത്തു, ഒരു തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടില്ല, ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇവിടെ CH3OH ഒരു കാർബൺ മാത്രമേ ഉള്ളൂ, അവിടെ വേറൊരു കാർബൺ ആയിട്ട് ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. HCOOK ഒരു കാർബണേ ഉള്ളൂ, അവിടെ അടുത്തൊരു കാർബണുമായിട്ട് ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. അതായത് ചില സമയത്ത് കെന്നിസാരോയുടെ ചില മോളിക്യൂൾസ് എടുക്കുമ്പോൾ കാർബൺ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ ഉണ്ടാകാം, പക്ഷെ അവിടെ നിർബന്ധമില്ലാന്ന്. ഈ ഒരു റിയാക്ഷനില് ഇപ്പോ കാർബണും കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തില്ലെങ്കിൽ പോലും യു ക്യാൻ ജനറേറ്റ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ബട്ട് ഇൻ കേസ് ഓഫ് Remer-Tiemann റിയാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ കെന്നിസാരോയില് ചിലപ്പോൾ വേറെ ഇപ്പോൾ ബെൻസാൽഡിഹൈഡ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ കാർബൺ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. പക്ഷേ അവിടെ ഇത് കമ്പൽസറി അല്ല, കമ്പൽസറി ആയിട്ടുള്ള ഒരു ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ അല്ല കാർബണും കാർബണും ബോണ്ട് ഫോം ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യാത്ത കെന്നിസാരോയുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കാം. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഥനാൽഡിഹൈഡിന്റെ രണ്ട് കെന്നിസാരോ പ്രൊഡക്റ്റ്. ഇവിടെ മെഥനാൽഡിഹൈഡ് കെന്നിസാരോ റിയാക്ഷൻ വിധേയമാകുന്നു. രണ്ട് പ്രൊഡക്റ്റുകളും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന കാർബണിന് മറ്റൊരു കാർബണുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷനും ഇല്ല. CH3OH എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു കാർബണുള്ള ബോണ്ട് ദറ്റ് ഈസ് പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തും അതുപോലെ തന്നെ HCOOK അവിടെയും മറ്റൊരു കാർബണുമായിട്ട് റിലേഷൻ ഇല്ല. സോ കെന്നിസാരോ റിയാക്ഷനിൽ നമുക്ക് നോ കാർബൺ കാർബൺ ബോണ്ട്, നോ കാർബൺ കാർബൺ ബോണ്ട് ഈസ് റിക്വയർഡ്. എല്ലായ്പ്പോഴും ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില സ്ഥലത്ത് ഒന്നും കെന്നിസാരോയുടെ റിയാക്ഷനില് കാർബൺ കാർബൺ ബോണ്ട് വേണമെന്ന് നിർബന്ധമില്ല. മറ്റുള്ളതൊക്കെ കൂടി ചെക്ക് ചെയ്യാം നമുക്ക്, എന്നിട്ട് ആൻസറിലേക്ക് എത്തിയാൽ മതി. വുഡ്സ് റിയാക്ഷൻ,
വുഡ്സ് റിയാക്ഷനിൽ ഇപ്പോ എന്താ പറയാ CH3Cl എടുക്കുന്നു, അല്ലെങ്കിൽ CH3Br എടുക്കുന്നു, 2 മോളിക്യൂള് CH3Br എടുക്കുന്നു, മെറ്റാലിക് സോഡിയത്തിന്റെ പ്രസൻസിൽ ഡ്രൈ ഈഥറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് CH3 സിംഗിൾ ബോണ്ട് CH3 കാർബൺ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനിയിപ്പോ വേറെ ഒന്ന് എടുക്കാം, CH3 CH2 CH2Br, അതിന്റെ തന്നെ ഒന്നുകൂടി എടുക്കുക, CH3 CH2 CH2Br. പിന്നെ പ്രൊഡക്റ്റ് വരുന്നത് CH3 CH2 3 4 1 2 3 4 5 6. കണ്ടോ, കാർബൺ കാർബൺ ബോണ്ട് അവിടെ കമ്പൽസറി ആണ്. കാർബൺ കാർബൺ ബോണ്ട് ഇല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യത്തില്ല. ഒരു കാർബൺ പ്രൊഡക്റ്റ് ഉള്ള വുഡ്സ് റിയാക്ഷൻ ഇല്ല. ഒരു കാർബൺ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു വുഡ്സ് റിയാക്ഷനും ഇല്ല. മിനിമം അവിടെ 2 കാർബൺ വേണം. പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് 100% അതൊരു എസെൻഷ്യൽ ക്രൈറ്റീരിയ ആണ് കാർബൺ കാർബൺ ബോണ്ട് വേണം എന്നുള്ളത്. പക്ഷെ കെന്നിസാരയിൽ അങ്ങനെയല്ല, അതൊരു എസെൻഷ്യൽ ക്രൈറ്റീരിയ അല്ല. ഓക്കെ, ഇനി അടുത്ത് ഫ്രിഡൽ ക്രാസ് അസൈലേഷൻ എടുക്കാം. ഫ്രിഡൽ ക്രാസ് അസൈലേഷനിൽ നമ്മൾ ബെൻസീൻ എടുക്കുന്നു എന്ന് വെക്കുക, അസൈലേഷൻ ആണ്. അപ്പോൾ CH3COCl ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അൺഹൈഡ്രസ് AlCl3ന്റെ പ്രസൻസിൽ. അപ്പോൾ വരുന്ന മോളിക്യൂളിന്റെ ഫോം ചെയ്ത മോളിക്യൂളിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? COCH3. ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ഈ ബെൻസീനിലേക്ക് പുതിയൊരു കാർബൺ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ ഒരു കാർബൺ വന്നു, അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആ COCH3 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫ്രിഡൽ ക്രാസ് അസൈലേഷൻ എന്ന് പറയുക. അസൈലേഷൻ എന്ന് പറയുമ്പോൾ അസൈൽ ക്ലോറൈഡ്, അസറ്റൈൽ ക്ലോറൈഡ്, ആസിഡ് ക്ലോറൈഡിന്റെ ആ കാർബൺ ഗ്രൂപ്പ് കാർബണിന്റെ ആറ്റം ഇടയ്ക്ക് ലിങ്ക് ചെയ്യപ്പെടണം. അതവിടെ എസെൻഷ്യൽ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അവിടെ ഫ്രിഡൽ ക്രാസ് അസൈലേഷനിൽ there should be a കാർബൺ കാർബൺ ബോണ്ട്. ഓക്കെ, പക്ഷെ കെന്നിസാരോയിൽ നമുക്ക് അങ്ങനെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള മെത്തനാൽഡിഹൈഡ് പോലെയുള്ള മോളിക്യൂൾസ് കെന്നിസാരോ റിയാക്ഷന് വിധേയമാകുമ്പോൾ അവിടെ കാർബൺ കാർബൺ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബി, കെന്നിസാരോ റിയാക്ഷൻ ഇസ് ദ ആൻസർ ഫോർ ദിസ്. ഇറ്റ് ഡു നോട്ട് ഇൻവോൾവ് കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4 വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ടു ദ കറസ്പോണ്ടിങ് കാർബണൈൽ കോമ്പൗണ്ട്. തന്നിരിക്കുന്ന മോളിക്യൂൾസിൽ കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓക്സിഡേഷൻ വഴി കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ വായിച്ചു നോക്കിയോളൂ. കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺ, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കംസ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ ഏതാണ്? യെസ്, ഫസ്റ്റ് മോളിക്യൂൾ 2-hydroxypropane, then comes orthonitrophenol, then comes phenol, then comes 2-methyl 2-hydroxypropane. എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ വേണമെങ്കിൽ വരച്ച് നോക്കിയോളൂ. അതല്ല എന്നുണ്ടെങ്കിലും ആൻസർ കിട്ടും. ഫസ്റ്റ് മോളിക്യൂൾ എടുക്കുക, 2-hydroxypropane ആണ്. 2-hydroxypropaneന്റെ സ്ട്രക്ചർ വരച്ചോളൂ. പ്രൊപ്പ് 3 കാർബൺ ആണ്. സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വേണം. അപ്പോൾ CH3 CHOH CH3 സെക്കൻഡറി ആൽക്കഹോൾ ആണ് 2-hydroxypropane എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയിലുള്ള മോളിക്യൂൾ ഇതാണ് 2-hydroxypropane, ദാറ്റ് ഈസ് CH3COCH3. കീറ്റോൺ, സോറി പ്രൊഡക്റ്റ് ആണ് കീറ്റോൺ. ആൻസർ മനസ്സിൽ പിടിച്ചിട്ടാണ് ഈ പറയുന്നത്. 2-hydroxypropane, CH3 CHOH CH3, ഇതാണ് നമ്മുടെ 2-hydroxypropane എന്ന് പറയുന്ന മോളിക്യൂള്. ഇതിന് ഓക്സിഡേഷന് വിധേയമാക്കാൻ പോകുകയാണ്. ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. സെക്കൻഡറി ആൽക്കഹോൾ ആയതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CH3COCH3 ആയിരിക്കും. കീറ്റോൺ ആണ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് കറസ്പോണ്ടിങ് കാർബണൈൽ ഡെറിവേറ്റീവ്. കാർബണൈൽ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടി, കീറ്റോൺ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടി. അപ്പോൾ 2-hydroxypropane ഓപ്ഷൻ എയിലുള്ള മോളിക്യൂൾ